എന്താ പറയുക, ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. യാദൃശ്ചികമായിട്ട് നമ്മൾ കണ്ടതാണ് ഈ ഒരു കാഴ്ച. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത് വിളവെടുപ്പിൻ്റെ സമയമാണോ, അപ്പോൾ നമുക്ക് കൂടി പോയിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ വെച്ചപ്പോൾ നിങ്ങൾ പോയിട്ട് കണ്ടോളൂ, എന്താ ഇപ്പോൾ പ്രശ്നം എന്നൊക്കെ. ഏതായാലും നമ്മളെ വരവേൽക്കുന്ന ആ ഒരു കാഴ്ച തന്നെ അതിമനോഹരമായിരുന്നു. ഈ ക്യാരറ്റുകളൊക്കെ ഒരു ചാക്കിൽ വെച്ച് നിറച്ച് അതിൻ്റെ മുകളിൽ അതിൻ്റെ ഇലയും വെച്ച് അതിനെ ഭദ്രമാക്കി കെട്ടുന്നൊരു കാഴ്ച. ഏതായാലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മക്ക് അടക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. കേട്ടോ, കടലിലൊക്കെ നീട്ടിയതല്ലേ. നമ്മളൊരിക്കലും പോയപ്പോൾ ഈ ഒരു സംഗതി പ്രതീക്ഷിച്ചിട്ടേ ഇല്ലല്ലോ. ഇല്ല, ഇതിപ്പോൾ എപ്പോൾ തുടങ്ങിയത് ഏകദേശം വിളവെടുപ്പ്? ഇത് 4 months ബിഫോർ. ഇത് ഫുള്ള് ക്യാരറ്റ് ഉണ്ടല്ലേ? ഈ അടിക്കുള്ള ഫുൾ ക്യാരറ്റ് ഉണ്ടല്ലേ? ഫുൾ ക്യാരറ്റ് ഇതെല്ലാം. പക്ഷെ അവിടെ കാണുന്നത് പൂണ്ട് വെങ്കായം. നമ്മൾ പറഞ്ഞുകൊണ്ട് ഒപ്പിച്ചിട്ടോ. ഈ മലയാളത്തിനും തമിഴിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മലയാളത്തിൽ എന്ത് പറയണമെന്ന് തമിഴന്മാർക്ക് മനസ്സിലാവും, തമിഴിൽ എന്ത് പറയണമെന്ന് മലയാളികൾക്ക് മനസ്സിലാവും. പക്ഷെ തമിഴിൽ നമുക്ക് സംസാരിക്കാനോ ഓൾക്ക് മലയാളത്തിൽ സംസാരിക്കാനോ കഴിയില്ല. ഏതായാലും കാര്യം നടന്നാൽ പോരാനല്ല ഭാഷ. ഏതായാലും ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ 4 മാസം മുമ്പേ ഈ ക്യാരറ്റിൻ്റെ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ നീലഗിരി ടോട്ടലി ഇവിടെ കൃഷി ചെയ്യുന്നത് പ്രധാനമായിട്ടും ക്യാരറ്റ്, ബീട്രൂട്ട്, കോളിഫ്ലവർ ഇതൊക്കെയാണ് കേട്ടോ. ഇവരുടെ ഒരു ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് 1100 രൂപയും സ്ത്രീകൾക്ക് 900 രൂപയാണ്. ഞാൻ നോക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലെ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ ചുമട് വെച്ചിട്ട് കൊണ്ടുപോകുന്നത് പുരുഷന്മാർ മാത്രമാണ്. എന്തുകൊണ്ടോ കൂടുതൽ കുറവ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇതോടുകൂടി ഇവരുടെ പണി ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഇത് ക്ലീൻ ആക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്ക് തന്നെയാണ്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് ഇവർക്ക് ഈ ഒരു കൂലി കിട്ടുന്നത്. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഊട്ടിയിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കണം വേണ്ട. നമ്മൾ സാധാ ഊട്ടിയിലേക്ക് പോകുന്ന അതേ റൂട്ടിൽ തന്നെയാണ്. തലൈക്കുണ്ടയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോളി. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.